പ്രൈസ് ദി ലോർഡ്. തിരുവചനം പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. മനുഷ്യൻ നീതിമാൻ ആയിരിക്കണം എന്നാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ നീതിമാനായിരുന്നാൽ മാത്രം പോരാ, അവൻ ചെയ്യുന്ന നീതിയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തെളിയിച്ച് കാണിക്കുവാനുള്ള ബാധ്യത മനുഷ്യനുണ്ട്. അതൊരു പുത്തൻ കാര്യമായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ അറിവിൽ നമ്മൾ ചോദിക്കും ദൈവത്തോട്, കർത്താവേ, നീ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണല്ലോ. യെസ്, ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നു. നാം നീതിമാനെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് തന്നെ ദൈവം ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ നീതിയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തെളിയിക്കുവാൻ ഉള്ളതായ ഒരു ബാധ്യത, ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷെങ്കിൽ നമ്മൾ ചോദിച്ചേക്കാം നമ്മുടെ ബുദ്ധിയിൽ നിന്ന്, ദൈവം കാണുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് തെളിയിക്കുന്നത്? ദൈവം അറിയുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് തെളിയിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ യോബ് പറയുന്നത്, നാം സംസാരിക്കുന്നത് നമ്മുടെ ചെവി ശോധന ചെയ്യുന്നു. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുള്ളതുപോലെ ഭൂമിയിലും സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവ്, രക്തം, ജലം. അതിന് നമ്മൾ സാക്ഷി കൊടുക്കണം. ആ സാക്ഷി നമ്മുടെ വാക്കിനാൽ ഉച്ചരിക്കപ്പെടണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നീതി ദൈവത്തിൻ്റെ സന്നിധിയിൽ തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ആ നീതിയിന്മേൽ ചില നടപടികൾ കൈക്കൊള്ളുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അതിനു മുമ്പ് ഇയ്യോബ് പറയുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതേ അധ്യായത്തിൻ്റെ 13-ാം ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, ഗൂഢമായി മുഖപക്ഷം കാണിച്ചാൽ അവൻ നിങ്ങളെ ശാസിക്കും. നോക്കൂ, ഒരു നീതിമാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ തന്നെ, അവൻ്റെ നീതിയെ വെളിപ്പെടുത്തി ന്യായീകരിച്ച് തെളിയിച്ച് സംസാരിക്കുമ്പോൾ അവൻ ആർക്കെങ്കിലും ഗൂഢമായി മുഖപക്ഷം കാണിച്ചിട്ടുണ്ടോ എന്നുകൂടെ തെളിയിക്കണം. അതിൻ്റെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ഹി വിൽ ഷുവർലി റിപ്രൂവ് യു ഇഫ് യു ഡു സീക്രറ്റ്ലി അക്സെപ്റ്റ് പേഴ്സൺസ്. എന്ന് പറഞ്ഞാൽ, തെറ്റ് കാണിക്കുന്ന ഒരു വ്യക്തിയെ, മോശമായി സംസാരിക്കുന്ന വ്യക്തിയെ, മോശമായി ജീവിക്കുന്ന വ്യക്തിയെ, മോശമായി ഇടപെടുന്ന വ്യക്തിയെ, അകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ, അകൃത്യം ദോഷകരമായി മറ്റുള്ളവർക്ക് വരത്തക്ക രീതിയിൽ ദോഷമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവനെ നാം രഹസ്യമായി അംഗീകരിച്ചാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടും. ദൈവം ഒരു ദിവസം നിന്നെ ശാസിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ നീതിയെ ന്യായീകരിച്ച് സംസാരിക്കുവാൻ നിനക്ക് അവകാശമുണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ കണ്ടില്ല, കേട്ടില്ല എന്നുള്ള രീതിയിൽ, നോക്കൂ, സാധാരണയായി ഒട്ടുമിക്ക മനുഷ്യരിലും വരുന്നതായ ഒരു അനീതിയെക്കുറിച്ചാണ്, ദൈവം ശോധന ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇയ്യോബ് സംസാരിക്കുന്നത്. അവൻ്റെ മുൻപിൽ വന്ന് അനേക ന്യായങ്ങൾ സംസാരിച്ച സോഫർ എന്ന ഒരു നീതിന്യായം സംസാരിക്കുന്ന ഒരു സ്നേഹിതനോട് ഇയ്യോബ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഗൂഢമായി ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റിംഗ് പേഴ്സൺ ഇൻ സീക്രറ്റ്, ഇല്ലെങ്കിൽ അവനുമായിട്ട് കൂട്ടുകെട്ട് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവർ അറിയാതെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് നിന്റെ മുഖഭാവത്തിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്താതെ നീതിമാനെന്ന് നടിക്കുന്ന ചിലർ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയുള്ളവരെ ദൈവം ശാസിക്കും.
എന്നാൽ ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നത്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് പിശാചിനോട് ചോദിക്കുവാൻ, സാത്താനോട് ചോദിക്കുവാൻ സ്വർഗത്തിന് ഒരു പഴുത് നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇയ്യോബ് സൃഷ്ടിച്ചതായ പഴുതിൽ കൂടെയാണ്, അതിൽ ഊന്നിക്കൊണ്ടാണ് ദൈവം സാത്താനോട് ചോദിക്കുന്നത്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകലുന്നവനുമായ ഒരുത്തൻ വേറെ ആരും ആ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. അനേക പുരോഹിതന്മാർ ആ കാലത്തുണ്ട് എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു പുരോഹിതന്മാരുണ്ടായിരുന്നു, ശുശ്രൂഷക്കാരുണ്ടായിരുന്നു. ആരാധനകൾ അന്നത്തെ അറിയപ്പെട്ട കാലഘട്ടത്തിൽ, അന്നത്തെ വെളിപ്പാടിൽ കൂടെയൊക്കെ നടന്നു പോകുന്നതായ സംഘങ്ങളും സൊസൈറ്റികളും അനേക സംഘടനകളുമൊക്കെ ഉണ്ട്. ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ദൈവം ഇയ്യോബിനെ പോലെ ചില നീതിമാന്മാരെയും അവിടെ ഇവിടായി കണ്ടു. ദോഷം വിട്ടകലുന്ന നീതിമാനെ കുറിച്ച് ഇയ്യോബ് തന്നെ സാക്ഷ്യം പറയുകയാണ്. ഇയ്യോബ് പറയുന്നു, ഞാൻ നീതി, അതിൻ്റെ 18-ാം വാക്യത്തിൽ, ഇതാ ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. കാരണം ഞാൻ രഹസ്യത്തിൽ ആരെയും പിന്താങ്ങുന്നില്ല, രഹസ്യത്തിൽ ഞാൻ ആരെയും അംഗീകരിക്കുന്നില്ല, രഹസ്യത്തിൽ ഞാൻ ആരോടും കൂട്ടുകൂടുന്നില്ല, രഹസ്യത്തിൽ ആരുടെയും ദോഷത്തിന് ഞാൻ സപ്പോർട്ട് പറയുന്നില്ല, ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് നീതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ നിശ്ചയമുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. യോബിൻ്റെ സാക്ഷ്യമാണ്. ദൈവം അവനെ കൊന്നില്ല. സ്തോത്രം. അവൻ പല പരീക്ഷകളിൽ കൂടെ കടന്നുപോയി. അവനെ പരിഹസിക്കുന്നവർ ധാരാളമുണ്ടായി. അന്നുവരെയും അവനോടുകൂടെ ചേർന്നിരുന്ന് സല്ലപിച്ചു കൊണ്ടിരുന്നതായ അനേക സ്നേഹിതന്മാർ, നേരം പോക്ക് പറഞ്ഞവർ, ചിരിച്ചവർ, രസിച്ചവർ, സന്തോഷിച്ചവർ, ഒന്നിച്ചു ഭക്ഷിച്ചവർ, ഒന്നിച്ച് ആരാധിച്ചവർ, ഒന്നിച്ചു കൂടിയവർ ഒക്കെ അവനൊരു കഷ്ടത വന്നപ്പോൾ അവൻ്റെ മുൻപിൽ നിന്ന് അകന്നുപോയി. അവൻ തനിച്ചാക്കപ്പെട്ടു, ഏകനായി, ആരുമില്ലെന്നായി. എങ്കിലും ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. കാരണം ഞാൻ അവനെ ആരെന്ന് ഞാൻ അറിയുന്നു. അവൻ്റെ മുഖം എനിക്കറിയാം, അവൻ്റെ സ്വഭാവം എനിക്കറിയാം. അവൻ കാണുന്നത് പോലെ വിധിക്കുകയില്ല. അവൻ്റെ മുൻപിൽ നീതീകരിച്ച് എൻ്റെ വിഷയങ്ങളെ ഞാൻ തെളിയിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ന്യായത്തിനൊരു അംഗീകാരം അവൻ്റെ സന്നിധിയിൽ നിന്നുണ്ടാകും. എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വെളിയിൽ വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതം ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ തരുന്നതായ ഒരു സന്ദേശം, ഒരു ദോഷത്തിനും രഹസ്യമായി അല്ലെങ്കിൽ മറ്റുള്ളവരറിയാതെ ദോഷങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്. ദൈവം ശാസിക്കും. എന്നാൽ ദോഷത്തിന്മേൽ അകന്നു നിന്നുകൊണ്ട് നീതിക്കായി നിൽക്കുന്ന ഒരു കൂട്ടർ, നീതിക്കായി സംസാരിക്കുന്നവർ, നീതിമാന്റെ സന്തതി ഭൂമിയിൽ അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് പറയുന്നതായ ഒരു കൂട്ടം നീതിമാന്മാർ. അതാണ്, നീ അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ സന്തതിമേൽ, തലമുറകളിന്മേൽ, നിന്റെ കുടുംബത്തിന്മേൽ, നീ കൂടുന്ന കൂട്ടായ്മകളിൽ, നീ ഇടപെടുന്ന സന്ദർഭങ്ങളിൽ, നീ ഇടപെടുന്നതായ ആ സാഹചര്യങ്ങളിലൊക്കെയും നിന്റെ ഭവനത്തിൽ നീതി വർഷിക്കും, നീതി കുടിയിരിക്കും. അവിടെ ഒരു സമാധാനപുത്രനുണ്ട്. അവിടെ നിനക്കുള്ളവരെല്ലാം, നിന്റെ ഭാര്യ പോലും, നിന്റെ മക്കൾ പോലും നിനക്കെതിരായി ഒരു ദിവസം എഴുന്നേൽക്കും. എങ്കിലും ദൈവം നിന്നെ അംഗീകരിക്കുന്ന അംഗീകാരം കണ്ടുകൊണ്ട് സാക്ഷാൽ ഇവൻ നീതിമാനായിരുന്നു എന്നുള്ളതായ ഒരു സാക്ഷ്യം കൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരിയുന്ന ഒരു ദിവസം കാണും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ നീതികളെയൊക്കെയും ഞാൻ വിസ്തരിക്കും. ഞാൻ അവൻ്റെ മുൻപിൽ തെളിയിക്കും. ഞാൻ അതിനായി സംസാരിക്കും. എൻ്റെ കൈ ദോഷമില്ല എന്ന് അവൻ്റെ മുൻപിൽ ഞാൻ കാണിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാന്മാരായി ജീവിക്കുവാൻ ദൈവം ഈ പകൽക്കാലം വെളിപ്പാടും ദർശനവും ബലവും ആരോഗ്യവും കൃപയും ജ്ഞാനവും ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.